ഹായ് ഡിയർ വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ആരെങ്കിലും നമ്മളെ പെട്ടെന്ന് കാണുകയാണെങ്കിൽ നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ട് വിശേഷം, സുഖമായിരിക്കുന്നോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സുഖം, കുഴപ്പമില്ല എന്നായിരിക്കും നമ്മൾ പറയുന്നത് പെട്ടെന്ന് ഒരാളോട്. പക്ഷേ നമ്മൾ ശരിക്കും സന്തോഷമാണോ, ശരിക്കും നമ്മൾ ഓക്കെ ആണോ എന്ന് നമ്മൾ ആഴത്തിലൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആയിരിക്കില്ല അല്ലേ. അപ്പോൾ എന്നോട് ആരെങ്കിലും പെട്ടെന്ന് ചോദിക്കാനും എന്തുകൊണ്ട് വിശേഷം, കുഴപ്പമില്ല എന്ന് ഞാൻ പറയും. സുഖമാണോ, സുഖം. പക്ഷേ ശരിക്കും നമുക്ക് സന്തോഷമാണോ, ശരിക്കും നമുക്ക് ഓക്കെ ആണോ, ആയിരിക്കില്ല. ഭൂരിപക്ഷം പേരും ഓക്കെ ആയിരിക്കത്തില്ല, ഹാപ്പി ആയിരിക്കത്തില്ല. പിന്നെ എന്നാൽ ഹാപ്പി ആയിട്ടുള്ളവരുണ്ടാവും, നന്നായിട്ട് ജീവിതം ആസ്വദിക്കുന്നവരുണ്ടായിരിക്കും, അവരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവരും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഭൂരിപക്ഷം പേരും ഹാപ്പി ആയിട്ടല്ല ജീവിക്കുന്നത്. അവർക്ക് ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെയുണ്ട്. അവരൊക്കെ അല്ല അവരുടെ ജീവിതത്തിൽ. അപ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഐ എം നോട്ട് കംപ്ലീറ്റ്ലി ഓക്കെ, ഐ എം നോട്ട് കംപ്ലീറ്റ്ലി ഹാപ്പി. പൂർണ്ണമായും ഞാൻ ഓക്കെ അല്ല, പൂർണ്ണമായും ഞാൻ ഹാപ്പി അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് നമ്മൾ ഹാപ്പി അല്ലാത്തത്. അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങളല്ല നമ്മുടെ ചുറ്റും, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ കാണുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല. അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ ആയിരിക്കും നമ്മുടെ ചുറ്റും നടക്കുമ്പോൾ നമ്മൾക്ക് ഹാപ്പി ആവാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ടും ഹാപ്പി അല്ലാത്തത്. അപ്പം എനിക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എൻ്റെ ചുറ്റുപാടും അങ്ങനെയല്ല. ഞാൻ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എനിക്ക് എത്താൻ സാധിക്കുന്നില്ല, ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഹാപ്പി അല്ലാത്തത്. അപ്പോൾ നിങ്ങളോട് ഇത് കേൾക്കുന്ന ആരോടെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് ആർ യു ഹാപ്പി എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം പേരും ഹാപ്പി ആയിരിക്കില്ല എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കത്തില്ല നിങ്ങളുടെ ചുറ്റും നടക്കുന്നത്. ഇതുകൊണ്ടാണ് ശരിക്കും ഹാപ്പി അല്ലാത്തത്. ഇപ്പം ഇവനൊരു കൊച്ചു കുട്ടികളോട് ചോദിച്ചാലും അവർ ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ അവരും ഹാപ്പി ആയിരിക്കില്ല. കാരണം അവർ ആഗ്രഹിച്ചു കൊണ്ടായിരിക്കില്ല സ്കൂളിൽ പോകുന്നത്, അവർ ആഗ്രഹിച്ചു കൊണ്ടായിരിക്കത്തില്ല അവർ പഠിക്കുന്നത്. അപ്പം ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, പല കുട്ടികളും ഹാപ്പി അല്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടമല്ല സ്കൂളിൽ വരുന്നതും പഠിക്കുന്നതും ഒരു കാര്യങ്ങൾ ചെയ്യുന്നതും ഒന്നും അവർക്ക് ഇഷ്ടമല്ല. അവരത് എൻജോയ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവർ ഹാപ്പി അല്ലാത്തത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ടായാലും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ഇഷ്ടമല്ല, പക്ഷേ എന്തുകൊണ്ട് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ചെയ്യുന്നു. നമ്മുടെ ചുറ്റും നടക്കുന്നത് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ എന്ന് പറഞ്ഞ് നമുക്ക് ഈ ലോകത്തെ മൊത്തം മാറ്റാനും അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഈ ലോകം മൊത്തം കാർപ്പറ്റ് വിരിച്ചിട്ട് നമുക്ക് നടക്കാൻ പറ്റുമോ? നമ്മൾ സ്വയം ചെരുപ്പ് ധരിക്കുക എന്നുള്ളതാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഹാപ്പി ആവാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പാഷൻ കണ്ടെത്തുക, നമുക്കിഷ്ടമുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്താലാണ് ഹാപ്പി ആകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ആ കാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഹാപ്പി ആവാൻ സാധിക്കുന്നത്. അതിപ്പം 12 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂറും നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എങ്കിലും ഒരു ദിവസത്തിൽ ഒരു കുറച്ച് മണിക്കൂർ, ഒരു കുറച്ച് മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പം ഞാനും ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ പക്ഷേ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ എനിക്ക് ഒരുപാട് സന്തോഷമല്ലാത്ത കാര്യങ്ങളാണ് മൊത്തം. പക്ഷേ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ പിന്നെയും ഹാപ്പി അല്ലാതാവുകയില്ലേ. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ എന്ന് വെച്ചാൽ വെറുതെ. ഇപ്പം എനിക്കറിയില്ല, ഞാനിപ്പോൾ 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതെത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. കുറച്ച് വ്യൂസ് മാത്രമേ ഉള്ളൂ. ഞാൻ ആരോടും അറിയുന്നവരോടും ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല
ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നെന്നോ അല്ലെങ്കിൽ ആർക്കും ഞാനിത് പിന്നെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. ഇതുകൊണ്ട് എന്ത് സംഭവിക്കാം എന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു സന്തോഷം ഇതാണ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ഒരു സമാധാനം, ഒരു ഹാപ്പിനെസ്, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും. അപ്പോൾ ഇതെനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ചാനൽ ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ ആ ചാനലിൽ എനിക്ക് വീഡിയോസ് ഇടണമെങ്കിൽ കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടണം. അപ്പോൾ അതെനിക്കിപ്പോൾ സാധിക്കത്തില്ല. കാരണം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടും എനിക്ക് എല്ലാ ദിവസവും ചെയ്യാനും അത് കുറച്ച് എഡിറ്റിംഗ് ആവശ്യമുണ്ട്, കുറച്ചും കൂടെ ഹോംവർക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതെനിക്ക് ചെയ്യാൻ ഈസിയല്ല. പക്ഷേ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ ചിന്തകൾ ഒക്കെയാണല്ലോ. അപ്പം വലിയ എഫേർട്ടില്ലാതെ ചെയ്യാൻ പറ്റും. അത് തന്നെയല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നൊരു സന്തോഷം, ഒരു സമാധാനം, ഒരു ആശ്വാസം, അതാണ്. അപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു ചാനലിലൂടെ എൻ്റെതായ വോയിസിലൂടെ ഞാൻ ഓരോ കാര്യങ്ങൾ നിങ്ങളോടത്ത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എത്ര പേര് ഈ വീഡിയോ വാച്ച് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല, ആര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ചാനലൊന്ന്, നിങ്ങൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ബട്ടൺ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. അങ്ങനെ നിങ്ങളുടേതായ ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നല്ലതാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂട്ടുള്ള ആരെങ്കിലും ഈ ലോകത്തുണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് കണക്റ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ എൻ്റെ ആഗ്രഹമാണ്. കാരണം എൻ്റെ കൂട്ടം ഞാൻ മാത്രമേ ഉള്ളൂ, അതോ എന്നെപ്പോലുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ, എൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ വേറെ ആരെങ്കിലും കണ്ടോ, കുറച്ച് വ്യൂസൊക്കെ ഉണ്ട്, അങ്ങനെ അത് ഫുള്ളായിട്ട് ഈ ഇങ്ങനെയുള്ളൊരു ടോപ്പിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണോ, അത് ബോറിംഗ് ആണോ? ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ വെറുതെ സംസാരിക്കുകയാണ് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ടോപ്പിക്ക് എന്ന് പറയുന്നത്, ആ ഒരു ഹാപ്പി, നിങ്ങൾ സന്തോഷമാണോ? എന്തുകൊണ്ട് സന്തോഷമല്ല? അപ്പോൾ ഇപ്പം എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഹാപ്പി എന്ന് ചോദിച്ചാൽ ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പി. നിങ്ങളുടെ അടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരം എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഹാപ്പി ആയിരിക്കാം, കംപ്ലീറ്റ്ലി ഹാപ്പി ആയില്ലായിരിക്കാം. അപ്പോൾ കംപ്ലീറ്റ്ലി ഹാപ്പി ആണെങ്കിൽ വെരി ഗുഡ്, ഏറ്റവും നല്ലൊരു ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഞാൻ ഹാപ്പി അല്ല എങ്കിൽ അതിന് കാരണം ഞാൻ പറഞ്ഞു, നമുക്കിഷ്ടമുള്ള കാര്യങ്ങളല്ല നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ വിധിക്കപ്പെട്ടത് നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഹാപ്പി അല്ലാത്തത്. അപ്പോൾ എന്നെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഹാപ്പി അല്ലാതിരിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് ചെയ്യാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഹാപ്പി അല്ലാത്തത്. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരു കുറച്ച് സമയമെങ്കിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു കുറച്ച് ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ഒന്ന് സംസാരിക്കുക, മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഒരിഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയതും എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ ആരോടൊക്കെയോ സംസാരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്ന ആരൊക്കെയോ എൻ്റെ ഈ വീഡിയോ കാണുമെന്നുള്ളതും അല്ലെങ്കിൽ ഇത് കേൾക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് അങ്ങനെ എൻ്റെ കൂട്ടി ചിന്തിക്കുന്നവരുമായിട്ട് കണക്റ്റ് ചെയ്യാം, അവരോടൊത്ത് കൂടുതൽ സംസാരിക്കാം, അവരോടൊന്നും ചാറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള പ്രതീക്ഷയോടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഇത് ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇച്ചിരി സമയം രാവിലെ കിട്ടി. മോമനെയാണെങ്കിൽ ഞാൻ അംഗൻവാടി വിട്ടു, അപ്പോൾ കുറച്ച് സമയം കിട്ടി. പിന്നെ എനിക്കിനി വേറെ ഇന്ന് കുറച്ച് ജോലികളൊക്കെ വീട്ടിൽ ചെയ്യാനുണ്ട്. വീട്ടിലെന്ന് വെച്ചാൽ എൻ്റെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ജോലികളുണ്ട്.
അപ്പം അത് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്തിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് വീഡിയോസ് ഇടണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. എന്തിനെക്കുറിച്ചെങ്കിലും സംസാരിച്ച് ഇടണം എന്നുള്ളത് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് വലിയ എഡിറ്റിംഗ് ഒന്നും വേണ്ട.